നമസ്തേ, പ്രണവ സംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള 27 നക്ഷത്രങ്ങളിൽ അവസാനത്തേതായിട്ടുള്ള 9 നക്ഷത്രങ്ങൾ, മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള നക്ഷത്രക്കാർ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മൂലം നക്ഷത്രക്കാർ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ: പഴയ കാര്യങ്ങളെ ഓർത്ത് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക. പഴയ കാര്യങ്ങൾ ഓർത്ത് വ്യാകുലതപ്പെട്ട് കഴിഞ്ഞാൽ ഏറെ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് ചെയ്യാതിരിക്കുക. അധികം ഒരു കാര്യത്തിലും പ്രതികരിക്കാതിരിക്കുന്നത് ഏറെ നല്ലതാണ്. പിന്നെ ദൈവത്തിലേറെ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ടും ദൈവത്തിനെ എപ്പോഴും മുറുകെ പിടിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാര് അഹങ്കാര ചിന്തകൾ ഒഴിവാക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അതുപോലെ വാശി പിടിക്കാതിരിക്കുക, അമിതമായിട്ടുള്ള കോപം ഉണ്ടാകാതിരിക്കുന്നതും ഏറെ നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ നമുക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നു. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ പെട്ടെന്ന് ഇടപെടാതിരിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുന്നതും ഏറെ നല്ലതാണ്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. അമിതമായിട്ടുള്ള ചിന്താഗതികൾ ഒഴിവാക്കുന്നത് ഏറെ നല്ലതായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതും ഏറെ നല്ലതാണ്. ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നത് കാര്യലാഭത്തിന് ഏറെ നല്ലതാണ്. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. പണം അനാവശ്യമായിട്ട് ചിലവഴിക്കുന്നത് ഏറെ ശ്രദ്ധിക്കുക. അതോടൊപ്പം ആവേശത്താൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. പെട്ടെന്നുള്ള ദേഷ്യത്താൽ നമ്മൾ എടുക്കുന്ന പെട്ടെന്നുള്ള തീരുമാനങ്ങൾ കഴിവതും ദോഷവശത്തിൽ ചെന്ന് ചേരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അത് ഒഴിവാക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അടുത്തത് ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രക്കാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒറ്റക്ക് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒറ്റക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഒറ്റക്കിരുന്ന് പ്രവർത്തിക്കാതെയോ അല്ലെങ്കിൽ ചിന്തിക്കാതെയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒറ്റക്കുള്ള കാര്യങ്ങൾ കഴിവതും നമ്മൾ ഒഴിവാക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അതുപോലെ ആരോഗ്യത്തെ എപ്പോഴും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അനാവശ്യ കാര്യങ്ങളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് അല്ലെങ്കിൽ ഏറെ ശ്രദ്ധിക്കുക. ടെൻഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ സ്നേഹത്തെ സംശയിക്കാതിരിക്കുക. അതോടൊപ്പം ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളോ അല്ലെങ്കിൽ അഹങ്കാര വർത്തമാനങ്ങളോ ഒഴിവാക്കുന്നത് ഏറെ നല്ലതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാര് യഥാർത്ഥത്തിൽ സ്വപ്നത്തിൽ മാത്രം ജീവിക്കാതിരിക്കുക. ദേഷ്യ വർത്തമാനങ്ങൾ കുറക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാര് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അതോടൊപ്പം വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ചിന്തിച്ച് വർത്തമാനം പറയുന്നത് ഏറെ നല്ലതായിരിക്കും. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർ അമിതമായിട്ടുള്ള കരുണ ആരോടും കാണിക്കാതിരിക്കുന്നത് ഏറെ നല്ലതാണ്. അതുപോലെ ഭാര്യയെയും ബന്ധുക്കളെയും അതുപോലെ മക്കളെയും കൂടെ ചേർത്ത് നിർത്തുന്നതും ഏറെ നല്ലതാണ്. അതുപോലെ ദേഷ്യം കുറയ്ക്കുന്നതും ഏറെ നല്ലതായിരിക്കും. ഇന്ന് 9 നക്ഷത്രങ്ങളായിട്ടുള്ള മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള നക്ഷത്രക്കാർ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ പങ്കുവെച്ചത്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.